എങ്ങനെ നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാമെന്നാണ് കാണിക്കുന്നത്. ഞാൻ ഈ പഴം 2 സൈഡും ഒന്ന് മുറിക്കുകയാണ്. ഇതിപ്പോൾ ഒരു പഴം ഞാനിവിടെ എടുക്കുന്നുള്ളൂ, പക്ഷെ നമുക്കതിൽ കൂടുതൽ പഴം എടുക്കാം. ഇത് 2ആയിട്ട് മുറിക്കണേ, 2ആയിട്ട് മുറിച്ചും എടുക്കാം, പക്ഷേ ഞാൻ 2ആയിട്ട് മുറിക്കുന്നില്ല. ഇത് ഓട്ടയില്ലാത്ത ഒരു കൂടാണ്. ഓക്കെ, നമ്മൾ ആ പഴം ഇതിനകത്ത് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്ത ശേഷം എയർ ഒന്ന് കളയുക. എയർ ഒന്ന് കളഞ്ഞ ശേഷം നമുക്ക് അഴിച്ചെടുക്കാവുന്ന രീതിയിൽ ഇങ്ങനെ കെട്ടുക. ഓക്കെ, ഇത് കെട്ടിയ ശേഷം നമ്മൾ ഇനി ഇത് മൈക്രോവേവിനകത്തോട്ട് വയ്ക്കാൻ പോവുകയാണ്. ഞാനൊരു 2 മിനിറ്റ്സാണ് ഇപ്പോൾ ഇത് വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം വെന്തില്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടെ 1 മിനിറ്റോ 30 സെക്കൻഡോ വെച്ച് കൊടുക്കാവുന്നതാണ്. മൈക്രോവേവിനകത്ത് കൂടി ഇരുന്ന് പൊട്ടിയൊന്നും പോകത്തില്ല. ചൂടുണ്ട്. ഇപ്പം ഞാൻ 2 മിനിറ്റ് മൈക്രോവേവിനകത്ത് വെച്ചിട്ട് എടുത്തുകൊണ്ട് വന്ന പഴമാണ്. നോക്കാം, ഇതിൻ്റെ കൂടൊന്നും പൊട്ടിയിട്ടില്ല. നമ്മൾ സാധാരണ ആവിക്ക് എങ്ങനെ വെക്കുന്നോ അതുപോലെ തന്നെയാണ് ഇതിനകത്ത് കിട്ടുന്നത്. നല്ല ചൂടുണ്ട്. പഴത്തിന് നമ്മൾ ഇതിനകത്ത് വെച്ചെടുത്താൽ ആവിക്ക് വെച്ചെടുക്കുന്ന പോലെ തന്നെ പഴത്തിന് നല്ല ചൂടുണ്ട്. ഇതുണ്ടോ, പഴം നല്ല പൊട്ടി, തൊലിയൊക്കെ പൊട്ടി നന്നായിട്ട് വന്നിട്ടുണ്ട്. പഴത്തിന് വലിപ്പം കൂടുതലാണെങ്കിൽ കൂടുതൽ സമയം വെക്കേണ്ടി വരും. ഇത് ഒരുപാട് വലിപ്പമുള്ള പഴമല്ല, അതുകൊണ്ട് തന്നെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പം ഒരു പഴം വെക്കണമെന്നില്ല, അതിൽ കൂടുതൽ പഴം വെക്കാം. ഇതിപ്പോൾ ഉണ്ടോ, നല്ല പെർഫെക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് മോർണിംഗിലൊക്കെ 1-2 പഴമൊക്കെ പുഴുങ്ങിയെടുക്കണമെങ്കിൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.